ഞാൻ നിൽക്കുന്നത് കുടപ്പനക്കുന്ന് പേരൂർക്കട മെയിൻ റോഡിന് സമീപമായിട്ടാണ്. ഇവിടെ നമുക്ക് നല്ലൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 3500 സ്ക്വയർ ഫീറ്റിൽ 18 സെന്റിലാണ് നമ്മുടെ ഈ ഒരു വീടിന്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. അത്രയും വലിയൊരു വീടാണ് നമ്മുടെ ഈ ഒരു വീട്. നമുക്ക് ഈ ഒരു വീടിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഞാൻ പ്രഫാസ് വെഞ്ഞാറമൂട്, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ 18 സെന്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു. കൂടാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്കിവിടെ 8-10 വലിയ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് വലിയ വണ്ടികൾ എന്തായാലും പാർക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇത്രയും കാർ തന്നെ ഇപ്പോൾ ഓൾറെഡി പാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു 12 വണ്ടി എന്തായാലും സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിത് മെയിൻ റോഡിന് തൊട്ട് അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വളരെ അനുയോജ്യമാണ്. കൂടാതെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊരു സ്റ്റോർ റൂമായിട്ട് നമുക്ക് ഈ ഒരു വീട് യൂസ് ചെയ്യാൻ കഴിയും. കാര്യം നമുക്ക് മെയിൻ റോഡിൽ നിന്നും തൊട്ട് അടുത്തായിട്ടാണ് ഇവിടെ വരുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 എൻട്രി വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു എൻട്രി വരുന്നുണ്ട്. സൈഡിലായിട്ട് 2 ഗേറ്റാണ് നമുക്ക് ഈ ഒരു വീടിന് മെയിനായിട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതിവിശാലമായിട്ടുള്ള ഏരിയ ഉണ്ടെന്ന്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഉള്ള വണ്ടികളെല്ലാം തന്നെ കൂടിയ വണ്ടികളാണ് കേട്ടോ. ഇന്നോവയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ടാറ്റ ഹാരിയർ ഉണ്ട്, ഓഡിയോ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്. ഇത്രയും വലിയ വണ്ടികൾ ഇട്ടിട്ട് പോലും നമുക്ക് ബാക്കി സ്പേസും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ബാക്ക് വശത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ചെടി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നത്. അതായത് നല്ലൊരു നാച്ചുറൽ ഫീലാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം ലഭിക്കുന്നത്. കൂടാതെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് പന കാര്യങ്ങളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത്. നമുക്ക് ഈ ഒരു വീട് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് കരുതിയാൽ നമുക്കിതൊരു ഹോസ്പിറ്റൽ യൂസേജിന് വളരെ അനുയോജ്യമാണ്. കൂടാതെ തന്നെ നമുക്ക് വലിയ ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിനും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വളരെ യൂസ്ഫുൾ ആണ്. കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെയിൻ റോഡ് സൈഡായിട്ടാണ്, മെയിൻ റോഡ് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹോട്ടൽസ് അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റ് എന്നിവയൊക്കെ എല്ലാം ചെയ്യുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയ. അത് തന്നെ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട്, നമുക്ക് ഗോഡൗൺ സ്പേസ് ആയിട്ട് നമുക്ക് ഈ ഒരു വീട് യൂസ് ചെയ്യാം. കൂടാതെ തന്നെ നമുക്കൊരു ആയുർവേദ സ്പാ ആയിട്ടും നമുക്ക് ഈ ഒരു വീട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. വീടിന്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 2 സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടും ഉണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 സിറ്റ് ഔട്ട് ഏരിയയാണ് നമുക്ക് ഒരു വീടിന് വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാർ പൗച്ച് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു വലിയ വണ്ടി ഇടാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സ്പേസ് കൂടി ഇവിടെ വരുന്നു. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് മെയിൻ ഡോർ ഇവിടെ വരുന്നത് തേക്കിന്റെ വുഡിലാണ്. കൂടാതെ ഇവിടെ എല്ലാം, അതായത് ഈ ഒരു വീട്ടിൽ മുഴുവനായിട്ടും തേക്കിന്റെ വുഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നുണ്ട്. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ വിശാലമായൊരു ഏരിയ, ലിവിങ് ഏരിയ തന്നെ ഉണ്ട്. കൂടാതെ തന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് തേക്കിന്റെ വുഡിലാണ് ഒരു തടി കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത്. വളരെ വിശാലമായിട്ടൊരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം വരുന്നത്. വളരെ മനോഹരമായി നല്ലൊരു കൊട്ടാര മോഡലിലാണ് നമ്മുടെ ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്.
നമുക്ക് ഈ ഒരു വീടിൻ്റെ ഹാളിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ല ഒരു സ്പേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കൂടാതെ തന്നെ എൻ്റെ മുകൾ ഭാഗത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി ട്രഡീഷണൽ രീതിയിലാണ് നമുക്ക് ഈ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വളരെ വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം നമുക്ക് തേക്കിൻ്റെ വുഡിലുള്ള സ്റ്റെയർ ആണ് ഈ ഭാഗത്തൊക്കെ എല്ലാം വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം മാർബിൾ സ്റ്റോണാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തേക്ക് വളരെ വിശാലമായിട്ടുള്ള നല്ല ഒരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വളരെ വലിയ ഒരു സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഒരു 3 അലമാര ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റെയറിലേക്കുള്ള ഓപ്പണിംഗ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. നമുക്ക് 2 ബെഡ്റൂമുകൾ വരുന്നത് ഇവിടെയും കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം 12x10 വലിയൊരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ തറയൊക്കെ മൊസൈക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ല ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ നല്ലൊരു കളർ കോമ്പിനേഷനുള്ള പെയിൻ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഭാഗത്തേക്ക് വരുമ്പോഴുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. വളരെ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെ ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ചന്ദന കളർ പെയിൻ്റാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക. നിങ്ങളൊരു ലാൻഡ് ഓർഡർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓർഡർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.